എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ പ്രസിദ്ധമായ ചോറ്റാനിക്കര അമ്മയുടെ മകൻ തൊഴിലാണ്. അതായത് ഈ വരുന്ന ഫെബ്രുവരി മാസം 2024 തീയതി ശനിയാഴ്ച കുംഭമാസം 11 തീയതി അന്ന് പൗർണമിയും കൂടിയാണ്, മഹം നക്ഷത്രം കൂടെയാണ്. നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തെക്കുറിച്ച് ഭക്തജനങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അമ്മയുടെ മഹാത്മ്യമുണ്ട്. ചോറ്റാനിക്കര അമ്മ, അതായത് ഏതൊരു ഭക്തജനങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറഞ്ഞ് ആ നടയിൽ നിന്നും ചൊല്ലുവാണെങ്കിൽ മാറാത്ത അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അത്രമാത്രമേ ഒരു ശക്തിയുണ്ട് ചോറ്റാനിക്കര പുണ്യക്ഷേത്രം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ആ ഒരു മന്ത്രം ചോറ്റാനിക്കര അമ്മയ്ക്കും ആ ഒരു ക്ഷേത്രത്തിനും അവകാശപ്പെട്ടൊരു മന്ത്രമാണ്. കാരണം അമ്മേ നാരായണ, നമ്മൾ നാരായണൻ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പീഠത്തിൽ നാരായണൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മന്ത്രം ചോറ്റാനിക്കര അമ്പലത്തിൽ മാത്രം ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു എനർജി ഉണ്ടായി നമുക്ക് വേണ്ട പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ അത്ര ഒരു ശക്തി, ഒരു ചൈതന്യത്തിന്റെ ഒരു ഉറവിടം കൂടിയാണ് ചോറ്റാനിക്കര അമ്പലം. നമ്മുടെ ശരീരത്തിലെ ഭൂതപ്രേതാദി പിശാചുകൾക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും രോഗദുരിതങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രുക്കൾ ചെയ്തു വെച്ച ദോഷങ്ങൾ, കൗളാചാര വിധിപ്രകാരമുള്ള ദോഷങ്ങൾ എല്ലാം ആ ഒരു തിരുനടയിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു സെക്കൻഡിൽ തന്നെ ഒരു മാറുന്നതാണ്. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെയല്ല ചോറ്റാനിക്കര പോലെ. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വർഷം വർഷം ചെയ്യുന്ന പൂജകൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിത്യവും ചെയ്ത് ആ ഒരു ചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ. ഭക്തജനങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ചോറ്റാനിക്കര അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കുറെ കാര്യങ്ങൾ അറിയുന്നത് ചോറ്റാനിക്കര അമ്പലത്തെക്കുറിച്ച്. അപ്പം ഈ വരുന്ന മകത്തിന്റെ അന്ന് ഭക്തജനങ്ങൾ പോയി അമ്മയ്ക്ക് ശർക്കര കൊണ്ടുവച്ച് നമ്മുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ അമ്മ സാധിച്ചു തരും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പല പല ചിന്തകളും പല പല കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികം വേണം, ഇല്ലെങ്കിൽ എനിക്ക് നല്ല വണ്ടി വേണം, ഇല്ലെങ്കിൽ എനിക്ക് വാഹനം വേണം, എൻ്റെ വിവാഹ കാര്യങ്ങൾ നടക്കണം, എനിക്ക് എല്ലാവരെ പോലും ഉയർന്ന സമ്പത്തോടുകൂടെയുള്ള ജീവിക്കണം, എൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ മാറണം. ഈ പറയുന്ന കാര്യങ്ങൾ മകത്തിൻ്റെ അന്ന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അന്ന് ശനിയാഴ്ചയാണ്, പൗർണമിയാണ്. അതായത് ചന്ദ്രൻ ബലത്തോടുകൂടി നിൽക്കുമ്പോഴത്തേക്ക് മഹം നക്ഷത്രക്കാർ ചോറ്റാനിക്കര അമ്മയ്ക്ക്, ഈ പറയുന്ന എല്ലാ മകൻ നക്ഷത്രക്കാരും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് ദർശനം നടത്തുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ജന്മദുരിതങ്ങളും നിങ്ങളെ പോലെ എല്ലാ കാര്യങ്ങളും ചോറ്റാനിക്കരമ്മ സാധിച്ചു തരും. അതിന് യാതൊരു കാര്യങ്ങളും ഒരു തടസ്സവും ഉണ്ടാകരുത്. എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ മകൻ തൊഴണം. പ്രത്യേകിച്ച് മകൻ നക്ഷത്രക്കാർ അന്ന് ഈ പറയുന്ന ഭക്തജനങ്ങൾ പോയി മകൻ തൊഴുക. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം ഏകദേശം ഒരു 9 മണി വരെയാണെന്ന് തോന്നുന്നു ദർശന സമയം. അപ്പോൾ നേരത്തെ തന്നെ ഭക്തജനങ്ങൾ പോയി അവിടെ ചെല്ലും. അപ്പം മകൻ നക്ഷത്രക്കാർ എന്ത് വഴിപാട് വെച്ചാലാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അത് അവരുടെ സാമ്പത്തികം പോലെ ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് ശർക്കര, അതായത് നമ്മൾ കൊണ്ടുവെക്കുന്ന ശർക്കര ദേവിയുടെ ഒരു പായസത്തിലേക്ക് പോകും. അപ്പം ഏറ്റവും കൂടുതൽ ഉത്തമം ശർക്കര കൊണ്ടുവന്ന് നടയിൽ വെക്കുക. അത് ഭക്തജനങ്ങളുടെ സാമ്പത്തികം പോലെ, എണ്ണം പോലെ നമുക്ക് കൊണ്ടുവെക്കാം. ചില ഭക്തജനങ്ങൾക്ക് 6 ശർക്കര ആയിരിക്കും, ചില ഭക്തജനങ്ങൾക്ക് 1 ശർക്കര ആയിരിക്കും. അത് നമ്മുടെ മനസ്സാണ് എന്ത് കൊടുക്കണം ദേവിക്കുന്നത്. എന്തായാലും മകം നക്ഷത്രക്കാർ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുമോ. അപ്പോൾ ഈ വർഷം മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഈ പറയുന്ന ജാതകത്തിലെ ദോഷങ്ങൾ, ഗ്രഹനിലയിലെ ദോഷങ്ങൾ, ആര് എന്ത് ചെയ്ത ദോഷങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ദുരിതങ്ങളൊക്കെ മാറുന്നതാണ്. ഒപ്പം തന്നെ മകം നക്ഷത്രക്കാരിലെ എല്ലാ ഭക്തജനങ്ങളും അമ്മയുടെ ഭക്തന്മാരാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ചെന്ന് മകം തൊഴുക. അതേപോലെ തന്നെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മകം കണ്ടുവരാറുണ്ട്. അതൊക്കെ എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ബിസിനസ് മൈൻഡിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ചോറ്റാനിക്കര മകം ചോറ്റാനിക്കര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന പോലെ ആൾക്കാരെ വിളിച്ചുകൂട്ടി കാശ് മേടിക്കാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ചോറ്റാനിക്കര മകം ചോറ്റാനിക്കര പോയി തന്നെ ആൾക്കാർ പോയി, ഈ ഭക്തജനങ്ങൾ പോയി തൊഴാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ മകം ഒന്നുമില്ല, ചോറ്റാനിക്കര മാത്രമേ ഉള്ളൂ. മകത്തിൻ്റെ ഒരു പ്രത്യേക ആ ഒരു സമയത്ത് ദേവിയെ കാണുക, അതാണ് ഏറ്റവും വലിയൊരു ഈശ്വര അനുഗ്രഹം. ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. തലേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ചോറ്റാനിക്കര അമ്മയുടെ ഫോട്ടോയിൽ നമുക്ക് വിളക്ക് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള നേദ്യങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിച്ചാലും മതി. മകത്തിന് പങ്കെടുക്കാത്ത ഭക്തജനങ്ങൾ അങ്ങനെയും ചെയ്ത് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി. എന്തൊക്കെയായാലും നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുക. അപ്പോൾ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിക്കട്ടെ.